ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ കൂടുതൽ പേരിലെത്തിക്കാൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പോസ്റ്റ് ഓഫീസ് പോസ്റ്റ്മാൻ GDS റിസൾട്ട് വന്നു. കേരള സർക്കിളിൽ 1383 പേർ ലിസ്റ്റിൽ. ഇന്ത്യയിൽ ഉടനീളം 21,413 GDS ഒഴിവുകളാണ് ഉള്ളത്. ഗ്രാമീൺ ഡാക് സേവക് GDS ജനുവരി 2025 മെറിറ്റ് ലിസ്റ്റ് ആണ് ഇന്ത്യ പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. 22 സംസ്ഥാനങ്ങളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങളാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഗ്രാമീൺ ഡാക് സേവക് ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചവർക്ക് ഇന്ത്യൻ പോസ്റ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ മെറിറ്റ് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. ആന്ധ്രാപ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഡൽഹി, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കർണാടക, കേരള, മധ്യപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് ഗ്രാമീൺ ഡാക് സേവക് ഒഴിവുകളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ ഉദ്യോഗാർത്ഥികൾ നേടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഡിവിഷണൽ ഹെഡ് വഴി അവരവരുടെ ഡോക്യുമെന്റുകൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. ഏപ്രിൽ 7, 2025 മുൻപ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. ആദ്യ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അതാത് പോസ്റ്റ് ഓഫീസുകളിൽ ലിസ്റ്റിൽ പറഞ്ഞ തീയതിക്ക് ഉള്ളിൽ വെരിഫിക്കേഷന് ഹാജരാകേണ്ടതാണ്. GDS പോസ്റ്റിലേക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ അപേക്ഷിച്ചത് ഏത് സർക്കിളിൽ ആണോ ആ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഇന്ത്യ പോസ്റ്റ് GDS മെറിറ്റ് ലിസ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം? ഇന്ത്യ പോസ്റ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഇന്ത്യ പോസ്റ്റ് GDS online.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിലുള്ള GDS ഓൺലൈൻ എൻഗേജ്മെന്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സർക്കിൾ തിരഞ്ഞെടുക്കുക. സ്ക്രീനിൽ തെളിയുന്ന മെറിറ്റ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. വാട്ട് ടു ഡു നെക്സ്റ്റ് ആഫ്റ്റർ ചെക്കിംഗ് ഇന്ത്യ പോസ്റ്റ് GDS റിസൾട്ട് 2025. ഇന്ത്യ പോസ്റ്റ് GDS ഫലം 2025 ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അടുത്തതായി എന്തു ചെയ്യണം? ഇന്ത്യ പോസ്റ്റ് GDS ഫലം 2025 നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അഭിനന്ദനങ്ങൾ. അടുത്ത ഘട്ടം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. അവിടെ നിങ്ങളുടെ യോഗ്യതയും ഐഡന്റിറ്റിയും തെളിയിക്കാൻ നിങ്ങളുടെ യഥാർത്ഥ രേഖകളും സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കണം. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഡിവിഷണൽ ഹെഡ് വഴി അവരവരുടെ ഡോക്യുമെന്റുകൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. ഏപ്രിൽ 7, 2025 മുൻപ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ആദ്യ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അതാത് പോസ്റ്റ് ഓഫീസുകളിൽ ലിസ്റ്റിൽ പറഞ്ഞ തീയതിക്ക് ഉള്ളിൽ വെരിഫിക്കേഷന് ഹാജരാകേണ്ടതാണ്. ഡോക്യുമെന്റ് വെരിഫിക്കേഷനായി പോകുമ്പോൾ എല്ലാ ഡോക്യുമെന്റുകളും സർട്ടിഫിക്കറ്റുകളും ഒറിജിനൽ, ഫോട്ടോ കോപ്പി എന്നിവ കയ്യിൽ കരുതേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷാ ഫോമിന്റെ പ്രിന്റൗട്ട്, ഓൺലൈൻ ഫീസ് അടച്ച രസീതിന്റെ പ്രിന്റൗട്ട് ബാധകമാണെങ്കിൽ 10ാം ക്ലാസ് മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും, 10ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ്, കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് ബാധകമെങ്കിൽ, ജാതി സർട്ടിഫിക്കറ്റ് ബാധകമെങ്കിൽ, വൈകല്യ സർട്ടിഫിക്കറ്റ് ബാധകമെങ്കിൽ, ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടർ ID കാർഡ് തുടങ്ങിയ ഫോട്ടോ തിരിച്ചറിയൽ രേഖകൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ എന്നിവ കയ്യിൽ കരുതേണ്ടതാണ്. ഷെഡ്യൂൾ ചെയ്ത സമയത്തിന് 30 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് സെന്ററിൽ റിപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ യഥാർത്ഥ രേഖകളും ഫോട്ടോ കോപ്പികളും വെരിഫിക്കേഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം. ഉദ്യോഗസ്ഥർ നിങ്ങളുടെ രേഖകൾ പരിശോധിച്ചതിനു ശേഷം നിങ്ങളുടെ യഥാർത്ഥ രേഖകൾ തിരികെ നൽകും. തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും. തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നോട്ട്സ്, ആൻസർ കീ, വീഡിയോ ക്ലാസ്, വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് https://www.studyforsure.com